അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP ഷോർട്ട് ലിസ്റ്റില് UP-യില് 8 ജില്ലകളുടെയും LP-യുടെ 6 ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഷോർട്ട് ലിസ്റ്റില് കട്ട് ഓഫ് മാർക്ക് ഉയർത്തുകയും ഷോർട്ട് ലിസ്റ്റിന്റെ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തില് കുറവ് വരികയും ചെയ്തതായിട്ട് ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള ജില്ലകളിലെല്ലാം തന്നെ നിങ്ങൾ കാണാനിടയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിയമനങ്ങൾ പൊതുവെ കുറഞ്ഞതിലാണ് ഷോർട്ട് ലിസ്റ്റിൽ ചുരുക്കാനുള്ള കാരണമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കട്ട് ഓഫ് മാർക്ക് കൂടുകയും ഷോർട്ട് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ തീരെ കുറവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ജില്ലയും നമുക്ക് എടുത്തു നോക്കിയാൽ ഇതുവരെ വന്നിട്ടുള്ള കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം ആലപ്പുഴ ജില്ല തന്നെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുഖ്യ പട്ടികയില് കഴിഞ്ഞ പ്രാവശ്യം 403 പേരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ എത്ര പേരാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്? 264 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉപപട്ടികയില് 377 പേരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഈ പ്രാവശ്യം അത് 257 പേരായി. അങ്ങനെ ആകെ ആലപ്പുഴ ജില്ലയില് 521 പേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്രാവശ്യം ഉള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് ഉണ്ടായിരുന്നത്? 780 പേര് ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം 250ഓളം പേരുടെ കുറവ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കട്ട് ഓഫ് മാർക്കിലും ആലപ്പുഴ ജില്ലയിൽ മാറ്റം വന്നു. കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ്? കഴിഞ്ഞ പ്രാവശ്യം 30.67 ആണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക് വന്നതെങ്കിൽ ഈ പ്രാവശ്യം 42.33 ആണ് LP-യില് ആലപ്പുഴയുടെ കട്ട് ഓഫ് മാർക്ക് വന്നത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മുഖ്യ പട്ടികയില് 301 പേരുണ്ടായിരുന്നിടത്ത് ഇപ്രാവശ്യം അത് 150 ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ഉപപട്ടികയില് 167 പേരുണ്ടായിരുന്നത് 151 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ മൊത്തത്തില് 468 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചെങ്കിൽ ഇപ്രാവശ്യം അത് 301 ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിലും വളരെയധികം വ്യത്യാസം വന്നു. 26.67 ആണ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് വന്നതെങ്കിൽ ഈ പ്രാവശ്യം അത് 38.67 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ മുഖ്യ പട്ടികയിൽ ഏകദേശം പകുതിയോളം ആൾക്കാരുടെ എണ്ണം കുറച്ചാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ. അതുപോലെ തന്നെ അടുത്ത് എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ മുഖ്യ പട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യം 388 പേരാണ് ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അത് 279 ആയിട്ട് ചുരുക്കി. ഉപപട്ടികയിൽ 354 പേരുണ്ടായിരുന്നിടത്ത് അത് 258 ആയിട്ട് കുറച്ചു. അങ്ങനെ മൊത്തത്തിലെ ഷോർട്ട് ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 742 പേരുണ്ടായിരുന്നത് ഇപ്രാവശ്യം അത് 537 ആയിട്ട് കുറച്ചു. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിൽ നല്ല വ്യത്യാസം വന്നു. എന്താണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? എറണാകുളം ജില്ലയിൽ 34 ആയിരുന്നു അല്ലെ. ഇപ്രാവശ്യം അത് 39.67 ആയിട്ട് വർദ്ധിച്ചു. അടുത്തത് പാലക്കാട് ജില്ല എടുത്താൽ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യ പട്ടികയിൽ 447 പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 349 ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ഉപപട്ടികയിൽ 491 പേരുണ്ടായിരുന്നത് അത് 334 ആയിട്ട് കുറച്ചു. അങ്ങനെ മൊത്തത്തിൽ 938 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചതെങ്കിൽ ഇപ്രാവശ്യം അത് 683 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ കട്ട് ഓഫ് മാർക്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വന്നു. കഴിഞ്ഞ പ്രാവശ്യം 41.33 ആണ് പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നതെങ്കിൽ ഇപ്രാവശ്യം പാലക്കാട് ജില്ലയിൽ 46.33 കട്ട് ഓഫ് മാർക്കായി LP-യില്. അടുത്ത് LP-യില് വയനാട് ജില്ലയിൽ 402 പേരുടെ മുഖ്യ പട്ടികയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് പകുതിയായി 152 പേരുടെ ലിസ്റ്റാണ് മുഖ്യ പട്ടികയാണ് ഇപ്രാവശ്യം പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ ഉപപട്ടികയിലാണെങ്കിൽ 220 പേരുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം 158 ആയിട്ട് കുറച്ചു. അങ്ങനെ മൊത്തത്തിൽ 622 പേര് വയനാട് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് ഇട്ടെങ്കിൽ ഇപ്രാവശ്യം അത് 310 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ കട്ട് ഓഫ് മാർക്കിൽ എത്രയോ വ്യത്യാസം വന്നേ? കഴിഞ്ഞ പ്രാവശ്യം 32.33 ആയിരുന്നു വയനാട് ജില്ലയിൽ കട്ട് ഓഫ് എങ്കിൽ ഇപ്രാവശ്യം അത് 42 മാർക്കായിട്ട് കൂടി. അടുത്ത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 400 പേരുടെ മുഖ്യ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ഇപ്രാവശ്യം അത് നേർ പകുതിയായി, അത് 200 ആയിട്ട് ചുരുങ്ങി. അതുപോലെ തന്നെ ഉപപട്ടികയിൽ 327 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചെങ്കിൽ ഇപ്രാവശ്യം 211 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ മൊത്തം കണ്ണൂർ ജില്ലയിൽ 411 പേരുടെ ലിസ്റ്റാണ് ഇപ്രാവശ്യം ഇട്ടേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 727 ആയിരുന്നു. പകുതിയോളമായിട്ട് ലിസ്റ്റ് ചുരുക്കി. അപ്പോൾ കട്ട് ഓഫ് മാർക്കിൽ നല്ല വ്യത്യാസം വന്നു. കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് വന്നത്? 37.33 ആണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നു. ഇപ്രാവശ്യം അത് 46.33 ആയിട്ട് കുറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ 46.67 ആയിട്ട് കൂടി. ഏകദേശം 9 മാർക്കോളം
9 മാർക്കിനടുത്ത് കട്ട് ഓഫ് മാർക്കിൽ ഇപ്രാവശ്യം വ്യത്യാസം വന്ന് ലിസ്റ്റ് ചുരുക്കി. അങ്ങനെയാണ് LPയുടെ ഓരോ ജില്ലയിലും ഇപ്പൊ ഇതുവരെ നിലവിൽ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കുന്നത്. ഇനി അപ്പോൾ അടുത്ത് UP എടുത്താൽ, UPയിൽ ആലപ്പുഴ ജില്ല എടുത്താൽ മുഖ്യ പട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യം 203 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്രാവശ്യം അത് 220 കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപപട്ടികയിൽ 136 ആയിരുന്നു, ഇപ്രാവശ്യം അത് 238 അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 339 പേരുടെ ലിസ്റ്റാണ് ഇട്ടതെങ്കിൽ ഇപ്രാവശ്യം അത് 458 പേരുടെ ലിസ്റ്റായി. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം 54.67 ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 61.33 ഇപ്രാവശ്യം കട്ട് ഓഫ് മാർക്കിൽ കൂടുതൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മുഖ്യപട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യം 147 പേരുടെ മുഖ്യപട്ടികയാണ് UPയിൽ പ്രസിദ്ധീകരിച്ചെങ്കിൽ ഇപ്രാവശ്യം 99 കുറഞ്ഞു. അതുപോലെ തന്നെ 137 പേരുടെ ഉപപട്ടിക പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചെങ്കിൽ ഇപ്രാവശ്യം അത് 129 കുറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 284 പേരുടെ ലിസ്റ്റാണ് പത്തനംതിട്ട ജില്ലയിൽ ഇട്ടതെങ്കിൽ ഇപ്രാവശ്യം അത് 228 കുറഞ്ഞു. കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം 55 ആയിരുന്നു പത്തനംതിട്ട ജില്ലയിൽ, ഇപ്രാവശ്യം അത് 55.33 കൂടി. അടുത്തത് ഇടുക്കി ജില്ലയിൽ UPയിൽ 301 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യപട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അത് 125 കുറഞ്ഞു. അതുപോലെ തന്നെ ഉപപട്ടികയിൽ 273 ആയിരുന്നു, അത് 136 കുറഞ്ഞു. അതുപോലെ തന്നെ ടോട്ടൽ 574 ആയിരുന്നു, ഇപ്രാവശ്യം അത് 261 ഇടുക്കി ജില്ലയിൽ കുറഞ്ഞു. കട്ട് ഓഫ് മാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം 50.33 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക്, ഇപ്രാവശ്യം 57 കൂടി. അടുത്ത് എറണാകുളം ജില്ലയിൽ UPയിൽ 298 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് ഇട്ടത്. ഇപ്രാവശ്യം അത് 232 കുറഞ്ഞു. 247 ഉപപട്ടിക ഇട്ടത്, അത് 265 കൂടി. അങ്ങനെ 545 പേരുടെ ലിസ്റ്റാണ് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടെങ്കിൽ ഇപ്രാവശ്യം അത് 497 കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം 61.33 ആയിരുന്നു, അത് ഇപ്രാവശ്യം 61.67 കൂടിയിട്ടുണ്ട്. അടുത്ത തൃശ്ശൂർ ജില്ല കഴിഞ്ഞ പ്രാവശ്യം 300 പേരുടെ മുഖ്യപട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇപ്രാവശ്യം അത് 333 കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 271 പേരുടെ ഉപപട്ടികയാണെങ്കിൽ ഇപ്രാവശ്യം അത് 346 കൂടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 571 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, എന്നാൽ ഇപ്രാവശ്യം അത് 679 കൂടിയിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വന്നു. 61.33 തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് വന്നിരുന്നത്, ഇപ്രാവശ്യം അത് 62.67 കൂടിയിട്ടുണ്ട്. അടുത്ത മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 1007 പേരുടെ മുഖ്യപട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇപ്രാവശ്യം അത് UPയിൽ 645 കുറഞ്ഞു. 1161 പേരുടെ ഉപപട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇപ്രാവശ്യം അത് 685 കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 2168 പേരുടെ ലിസ്റ്റാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്രാവശ്യം അത് 1330 കുറഞ്ഞു. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം 62 ആയിരുന്നു, ഇപ്രാവശ്യം അത് 66.33 കൂടി. അടുത്ത് വയനാട് ജില്ലയിൽ 305 പേരുടെ മുഖ്യപട്ടികയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചത്, അത് ഇപ്രാവശ്യം അത് 124 കുറഞ്ഞു. വയനാട് ജില്ലയിൽ 190 പേരുടെ ഉപപട്ടികയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചെങ്കിൽ അത് 146 കുറഞ്ഞു. അങ്ങനെ 495 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതെങ്കിൽ വയനാട് ജില്ലയിൽ ഇപ്രാവശ്യം അത് 270 കുറഞ്ഞു. അപ്പോൾ കട്ട് ഓഫ് മാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം 53.33 ആയിരുന്നു, ഇപ്രാവശ്യം അത് 62.33 കൂടിയിട്ടുണ്ട്. അടുത്ത കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യപട്ടികയിൽ 300 പേരാണ് ഉണ്ടായിരുന്നത്, അത് ഇപ്രാവശ്യം 269 കുറഞ്ഞു. അതുപോലെ തന്നെ 263 പേരുടെ ലിസ്റ്റ് ഉപപട്ടികയാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്, അത് 290 കൂടി. അങ്ങനെ 563 പേരുടെ ലിസ്റ്റാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടെങ്കിൽ ഇപ്രാവശ്യം 559 കുറഞ്ഞു. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം 65 ആയിരുന്നു, ഇപ്രാവശ്യവും കട്ട് ഓഫ് മാർക്കിൽ കണ്ണൂർ ജില്ലയിൽ മാറ്റമില്ല, അത് 65 തന്നെ തുടരുന്നു. അപ്പോൾ LP UPയുടെ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ലിസ്റ്റുകളുടെ എണ്ണം ചുരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമനം കുറഞ്ഞതാണ് ഇങ്ങനെ ലിസ്റ്റ് ചുരുക്കാനുള്ള കാരണം എന്നാണ് പൊതുവെ PSC നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ലിസ്റ്റിന്റെ എണ്ണം ചുരുക്കിയതിന്റെ ഫലമായിട്ട് കട്ട് ഓഫ് മാർക്ക് കൂടി, അതനുസരിച്ച് കുറച്ച് ആൾക്കാരെ ലിസ്റ്റിലേക്ക് വരാൻ സാധിച്ചുള്ളൂ. എന്നാൽ ലിസ്റ്റ് വ്യാപിച്ചായിരുന്നു എങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ലിസ്റ്റിൽ വരാനും കട്ട് ഓഫ് മാർക്ക് കുറയാനൊക്കെ സാധ്യതയായേനെ. അപ്പോൾ അത് ആകെ മൊത്തം ഒരു തിരിച്ചടിയായിട്ടാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.